ആദ്യം നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചധികം വെള്ളം വെക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മാക്രോണി വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റൊക്കെ മതി ഇത് വേവാനായിട്ട്. പിന്നെ ഇതിൻ്റെ വേവ് ഒരിക്കലും കൂടിപ്പോവാനും പാടില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. മാക്രോണി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒന്നിങ്ങനെ പിടിക്കുമ്പോഴേക്കും പൊട്ടും. ഇത് നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇങ്ങനെ ബട്ടറിൽ ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ നല്ലൊരു മണം വരും. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഒരു സബോള ഇതേപോലെ അങ്ങനെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. സബോള ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചിങ്ങനെ ക്രഞ്ചി ആയിട്ട് ഉണ്ടാവണം. ഇങ്ങനെ സബോള ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഇതിലേക്ക് ഞാൻ 3 കളറ് ക്യാപ്സിക്കാണ് ഇടുന്നത്. മഞ്ഞ, പച്ച, പിന്നെ ചുവപ്പ്. ക്യാപ്സിക്കം ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ ഒരു 2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. മൈദയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പാലിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കുക. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം എന്ന് പറയണത്. ഇതേപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ എല്ലാ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇപ്പം ഇനി കുറുകിയിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് തീ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ കുറച്ച് ഒറിഗാനോ. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചേക്കണ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയുള്ളൂ, നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. വേണമെങ്കിൽ ഉപ്പൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രീമി ആയിട്ടുള്ള മാക്രോണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.